सिद्धिविनायकम् अनिशं चिन्तयाम्यहं सिद्धि. ദൈവികമായ ഒരു ഇടത്തിൽ കർണാടക സംഗീതത്തിനുള്ള ഒരു പ്രാധാന്യം, കർണാടക സംഗീതം നൽകുന്ന ഒരു ഐശ്വര്യം, അതൊക്കെ വിലമതിക്കാനാവാത്തതാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ഈ കുട്ടികളെല്ലാവരും കർണാടക സംഗീതത്തിൽ അവരുടേതായ മികവ് തെളിയിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഗുരുവാണ് ഇദ്ദേഹം, പാർവതീപുരം പത്മനാഭയ്യർ. നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള, നമ്മുടെ ചാനലുകളിലൂടെ പലപ്പോഴും സംഗീത അഭ്യാസന പരിപാടികളിലൂടെ കണ്ടിട്ടുള്ള വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ കുട്ടികളെ ഇവിടെ എത്തിക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു ചാരിതാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്ത് തോന്നുന്നു? അങ്ങയുടെ മകൻ ഉൾപ്പെടുന്ന ഒരു ശിഷ്യ സമൂഹമാണ് അവരിന്ന് അവിടെ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഗണപതി സ്തുതികൾ ഒരു ചെയിൻ പോലെ ഇങ്ങനെ ആലപിക്കുമ്പോൾ അങ്ങക്ക് തോന്നിയത് എന്താണ്? അതായത് സകല വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കൃതികൾ പല വേദികളിലും പലരും പാടുന്നുണ്ട്. ഇപ്പോഴും ഒരു കച്ചേരിയുടെ ആരംഭമായാലും ഒരു കർമ്മത്തിൻ്റെ ആരംഭമായാലും ഗണപതിക്ക് കുറിക്കുക എന്ന് പറയുന്ന ഒരു ശീലം നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇപ്പോഴും തുടർന്നു വരുന്നു. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ കൾച്ചർ വിട്ടുള്ള ജീവിതം നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. അങ്ങനൊരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിന്ന് ഇവിടെ ഈ പുണ്യവേദിയിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഗണപതി, ഒരു ഏതാണ്ട് 8 ഗണപതി സ്തുതികളോളം നമുക്ക് പാടാൻ കഴിഞ്ഞത്. അത് എൻ്റെ ശിഷ്യകളെല്ലാവരും അതിന് ഭാഗ്യവാന്മാരാണ്. പ്രത്യേകിച്ച് എൻ്റെ മകൻ ഇപ്പോൾ സംഗീതം ഇപ്പോൾ MA എല്ലാം കഴിഞ്ഞു, അങ്ങ് സംഗീതത്തിലേക്ക് മൊത്തം പ്രവേശിച്ച് കഴിഞ്ഞു. അപ്പോൾ മകനെയാണ് ഞാൻ ഏൽപ്പിച്ചത്. എൻ്റെ ശിഷ്യകളാണ് പാടിയത്. അവരെ ഈ പുതിയ കീർത്തനങ്ങൾ, വെറൈറ്റി കീർത്തനങ്ങളാണ് ഇവിടെ പാടിയത്. മറ്റാരും അധികം പാടാതിരുന്ന റെയർ കൃതികൾ കണ്ടുപിടിച്ച് പ്രത്യേകം മകൻ കുറച്ച് സ്ട്രെയിൻ എടുത്ത്, പിന്നെ മാത്രമല്ല മകനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുട്ടികളുടെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് എപ്പോഴും, കാരണം എല്ലാവരും വിദ്യാഭ്യാസപരമായ ഇതിൽ അഡ്വക്കേറ്റുണ്ട്, എല്ലാം മ്യൂസിക് മെയിനായിട്ട് പഠിക്കുന്നവരുണ്ട്, മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നവരുണ്ട്. ഈ പഠിത്തത്തിനിടയ്ക്ക് ഈ സംഗീതം പഠിക്കാനായിട്ട് ഒരു മാസമായിട്ട് ഒരു കീർത്തനങ്ങൾ പഠിക്കാനായിട്ട് വീട്ടിൽ വരുന്നുണ്ട്. അതും എനിക്കൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് കിട്ടുന്നുള്ള എന്താ പറയുന്നത്, ആ സംഗീതത്തോടുള്ള ഒരു താല്പര്യമാണ് നമ്മൾ ഇതിലേക്ക് കൂടുതൽ നയിച്ചത്. അതിന് മുജ്ജന്മ സുഹൃത്തമെന്നോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹമോ ദൈവത്തിൻ്റെ കരുണയോ ഇതൊക്കെ നമുക്ക് പറയാം. ഈ ഒരു വേദിയിൽ ഗണപതി ഹോമം, അത് സൂര്യകാലടി മനയെന്ന് അവരാണ് ഗണപതി ഹോമം നടത്തുന്നത്. ഞങ്ങൾ സൂര്യകാലടി മനയിൽ ഇതിനു മുമ്പ് ഒരുപാട് ഗണപതി കീർത്തനങ്ങളായിട്ട് ഞങ്ങൾ പോയി, നമ്മുടെ സ്വരാഞ്ജലി എന്നൊരു സംഘടനയുടെ കെയർ-ഓഫിൽ പോയി പാടിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പൾസ് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു സംഭവമായി നമ്മളത് കാണുന്നു. പ്രത്യേകിച്ച് ഭാവന ടീച്ചറാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. രാവിലെ, അതും അതിരാവിലെ തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഈ കീർത്തനങ്ങൾ പാടാൻ തുടങ്ങി. അത് നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം. അത് ഈ കുട്ടികൾക്ക് നാളൊരു കാലത്ത് ഇത് ഓർക്കാൻ കഴിയുന്ന ഒരു നിമിഷമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ധന്യ നിമിഷത്തെ കാണുന്നത്. രേവതി എന്ന ഈ കുട്ടി ഒരു കീർത്തനം ആലപിക്കും. അംഗാരകമാശ്രയാമ്യം വീണത ആശ്രിതജനമന്ദാരം മംഗളവാരം ഭൂമികുമാരം വരം വരം അംഗാരകമാശ്രയാമ്യം വീണത ആശ്രിതജനമന്ദാരം മംഗളവാരം ഭൂമികുമാരം വരം വരം അംഗാരകമാശ്രയാമ്യഹം. ഇഷ്ടമുള്ളൊരു രാഗം? ഇഷ്ടമുള്ള രാഗം എനിക്ക് അബോഗി രാഗത്തിലെ ഗണപതി സാറ് എന്നെ പഠിപ്പിച്ച ഗണപതി കീർത്തനമാണ് ഓർമ്മ വരുന്നത്. ശ്രീമഹാഗണപതേ ശ്രീവല്ലഭപതേ ശ്രീമഹാഗണപതേ ശ്രീവല്ലഭപതേ ശ്രീമഹാഗണപതേ ശ്രീവല്ലഭപതേ ശ്രീമഹാഗണപതേ
ഗണപതേ പാലയ മാം സദാ വരണ വദന പാലയ മാം സദാ വരണ വദന പാവന ശുഭപൂർവാപണ സദന പാലയ മാം സദാ വദന വദന പാവന ശുഭപൂർവാപണ സദന പാലയ മാം സദാ. ഇതാണ് പാർവതിപുരം പത്മനാഭയ്യരുടെ മകൻ ഹരികൃഷ്ണൻ. അദ്ദേഹമാണ് ഈ സംഘത്തിന് നേതൃത്വം കൊടുത്തത്. ഹരി ഇന്ന് പാടിയതിൽ നമ്മൾ 8 സ്തുതി പാടി. അതിൽ ഏറ്റവും നന്നായി ഈ കുട്ടികൾ എല്ലാവരും ചേർന്ന് ഒരുപോലെ അവതരിപ്പിച്ചു എന്ന് തോന്നുന്ന ആ കീർത്തനം നിങ്ങൾ മൂന്നാളും ഒന്ന് ആലപിക്കും. സിദ്ധിവിനായകം അനിശം ചിന്തയാമ്യഹം സിദ്ധിവിനായകം അനിശം ചിന്തയാമ്യഹം സിദ്ധിവിനായകം അനിശം ചിന്തയാമ്യഹം പ്രസീദഗണനായകം വിശിഷ്ടാർത്ഥദായകം വരം സിദ്ധിവിനായകം അനിശം ചിന്തയാമ്യഹം പ്രസീദഗണനായകം വിശിഷ്ടാർത്ഥദായകം വരം സിദ്ധിവിനായകം അനിശം. ശ്രീ പാർവതിപുരം പത്മനാഭ അയ്യർക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടുന്ന ഈ സംഘത്തിലെ ഈ കുട്ടികൾ ഒന്നിനൊന്നും മികച്ചവരാണ്. ഇവർ ആലപിക്കുമ്പോൾ, കീർത്തനം ആലപിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, വളരെ അനായാസമാണ് അവർ അവരുടെ കീർത്തനങ്ങൾ ആലപിക്കുന്നത്. വളരെ ശ്രുതിശുദ്ധമായി ആലപിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഒരു നല്ല അധ്യാപകനുള്ള, സംഗീത അധ്യാപകനുള്ള നാഷണൽ അവാർഡ് നേടിയ വ്യക്തിയാണ്. ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളിൽ, ശിഷ്യന്മാരിൽ പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു അനുഭവം കൂടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എങ്ങനെ തോന്നുന്നു? ഒരുപാട് കാലമായി, എത്ര നാളായി അങ്ങ് ഈ അധ്യാപന രംഗത്ത് വന്നിട്ട് ഒരു 45 വർഷത്തിൽ കൂടുതലായി. ഈ 45 വർഷത്തെ ആ ഒരു അധ്യാപന ജീവിതം, 34 വർഷം ഗവൺമെൻറ് സർവീസിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി ചെയ്തു. അതിലൊരു 20 വർഷത്തോളം മോഡൽ സ്കൂളിലാണ് ജോലി ചെയ്ത് പെൻഷനായത്. എല്ലാ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചതിലുള്ള അഭിമാനം ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. കാരണം എല്ലാത്തരം കുട്ടികളെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് എന്നിൽ ഉണ്ടാക്കിയെടുത്തത് ആ സ്കൂളിലുള്ള പല അനുഭവങ്ങളാണ്. വളരെ പാവപ്പെട്ട കുട്ടികൾ തൊട്ട് പണക്കാരായ കുട്ടികൾ വരെ ഒരേ പോലെ കണ്ട് എനിക്ക് അവർക്ക് വേണ്ടുന്ന, എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും കാര്യങ്ങൾ അവരെ പല പല മോശപ്പെട്ട അവസ്ഥയിൽ നിന്നൊക്കെ സംഗീതം വഴി മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിരിക്കും എൻ്റെ നാഷണൽ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്ത് 2008 രാഷ്ട്രപതിയിൽ നിന്നും വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത്. എന്നെക്കാളും കഴിവുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു നിയോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാറില്ല. അത് എനിക്ക് കിട്ടി. അത് എൻ്റെ ശിഷ്യകളുടെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു സമയത്താണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുകയും അത് ഒരു നിമിത്തമായി കരുതുകയും ചെയ്യുന്നു. പക്ഷേ കുട്ടികളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ നമ്മൾ മാത്രം ആസ്വദിക്കുന്ന തലത്തിലേക്ക് പോകാതെ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള ജനങ്ങളെ കൂടെ ആസ്വദിപ്പിക്കാനും അവരിലൊരു മാനസിക സുഖം കൊടുക്കാനും നമുക്ക് സംഗീതം കൊണ്ട് കഴിയണം. കാരണം പണ്ട് നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരുപാട് മഹായോഗികളെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സംഗീത യോഗികൾ എന്ന് തന്നെ പറയണം. അവർ തന്ന ഒരു ഭിക്ഷയാണ് നമ്മൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ സംഗീതം വഴി എന്തൊക്കെ നല്ല കാര്യങ്ങൾ, രാഷ്ട്രത്തിന് ഉതകുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാമോ
അതൊക്കെ സംഗീതത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയണം എന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. അത് അവർ അക്ഷരം പ്രതി അനുസരിക്കാറുണ്ട്. അതും കൂടെ വേണമല്ലോ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ ഞാൻ എല്ലാ തരത്തിലും ഞാൻ ആ കാര്യത്തിൽ ചാരിതാർത്ഥ്യം ഉള്ള ആളാണ്. പിന്നെ മോഡൽ സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ടും കൂടിയാണ് എനിക്ക് ഈ അവാർഡിലേക്ക് അവിടുത്തെ അധ്യാപകരുടെ ഒരു സഹകരണം, അവിടുത്തെ കുട്ടികളുടെ ഒരു സഹകരണം, അവരുടെ ഒരു ബഹുമാനം, ഇതൊക്കെയാണ് എനിക്ക് അതിലേക്ക് നയിച്ചത്. അതൊരു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതിന് ഒരു ഭാഗ്യം കൂടെ സിദ്ധിച്ച ഒരാളാണ് ഞാൻ. അത്രയും. എന്തായാലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് വേദികൾ നിങ്ങൾക്ക് കിട്ടട്ടെ, നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഗായകരാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കർണാടക സംഗീതജ്ഞരാകട്ടെ എന്ന് ആശംസിക്കുന്നു.